ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 40 മിനിറ്റും 49 സെക്കൻഡും. കൊച്ചി കടവന്ത്ര സ്വദേശിനി സുഭദ്രയെ കൊലപ്പെടുത്തിയത് ഓഗസ്റ്റ് 7-ാം തീയതി രാത്രിയിലാണെന്ന് പോലീസ് സംശയിക്കുന്നു. കൊലപ്പെടുത്തിയ ഉടൻ തന്നെ മൃതദേഹം കുഴിച്ചു മൂടി. 7-ാം തീയതി എടുത്ത കുഴി 8-നാണ് മൂടിയ നിലയിൽ കണ്ടതെന്ന് കുഴിയെടുത്ത അജയൻ പോലീസിനോട് സമ്മതിച്ചു. എന്നാൽ അജയൻ്റെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. മനീഷ് മഹിബാൽ മറ്റു വിവരങ്ങളുമായി തത്സമയം ചേരുന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്. ഈ കൊലപാതകത്തിൻ്റെ ചുരുളഴിയാത്ത ഏടുകളിലേക്ക് പോലീസിന് കടക്കാനായോ? ഗുഡ് മോർണിംഗ് എസ് കെ. ഈ ഒരു കേസിൽ പോലീസിനെ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്നത് ഈ നിലവിൽ കസ്റ്റഡിയിലെടുത്ത പ്രതികൾ നൽകുന്ന മൊഴികളിലെ വൈരുദ്ധ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ പോലീസിന് നിഗമനം, അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരം, പിന്നെ നിലവിൽ ലഭിച്ചിട്ടുള്ള സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 7-ാം തീയതി രാത്രിയോടുകൂടിയാണ് സുഭദ്ര കൊല ചെയ്യപ്പെട്ടത് എന്ന് പോലീസ് അനുമാനിക്കുന്നത്. അന്ന് 7-ാം തീയതി രാത്രി കൊല ചെയ്യപ്പെടുന്നതിന് മുൻപ്, അതായത് കൊല ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇവർ കുഴിയെടുത്തിരുന്നു എന്ന് പോലീസ് മൊഴികളിൽ നിന്ന് മനസ്സിലാക്കിയിരുന്നു. 7-ാം തീയതി രാത്രി കൊല ചെയ്യപ്പെടുന്നെങ്കിൽ അന്ന് വൈകിട്ട് തന്നെ അജയൻ എന്ന മേസ്തിരിയെ വിളിച്ചു വരുത്തി അവിടെ മാലിന്യം കുഴിച്ചു മൂടാൻ എന്ന രീതിയിൽ വലിയ കുഴിയെടുത്തിരുന്നു. കുഴിക്ക് ആഴം പോരാ എന്ന് പറഞ്ഞ് വീണ്ടും ആ ആഴം കൂട്ടിയിരുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ അജയന് വലിയ പിടുത്തമില്ല എന്നാണ് അജയൻ പോലീസിന് മൊഴി നൽകി. പക്ഷേ പിന്നീട് 7-ാം തീയതി കഴിഞ്ഞ് 8-ാം തീയതി വീണ്ടും വരണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു. ശുചിമുറിയുടെ പണിക്ക് വേണ്ടി വരണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അന്ന് 8-ാം തീയതി വരുമ്പോൾ ഈ അജയൻ തന്നെ കുഴിച്ച കുഴി അവിടെ മൂടിയ നിലയിലായിരുന്നു. പക്ഷേ മാലിന്യം മൂടിയതെങ്കിൽ കുഴിക്ക് മുകളിൽ വീണ്ടും മണ്ണ് മിച്ചം വരുന്ന രീതിയുണ്ട്. പക്ഷേ അങ്ങനെ മണ്ണ് മിച്ചം വന്നിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഈ കുഴി മൂടിയതെന്ന കാര്യം അജയൻ അവരോട് തിരക്കാതിരുന്നതിലെ ഒരു സംശയം പോലീസിനുണ്ട്. ഒപ്പം തന്നെ ഈ കുഴി മൂടിയതിൻ്റെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇവർ ശുചിമുറി നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള സിമൻറ്റ് കുഴയ്ക്കുന്ന നിർമ്മാണ പ്രവർത്തനം നടത്തിയത് അതിൻ്റെ മുകളിൽ ഒരു ഷീറ്റ് വിരിച്ച ശേഷം അതിൻ്റെ മുകളിലാണ് ഈ സിമൻറ്റ് നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഈ ശുചിമുറി നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള സിമൻറ്റ് കുഴച്ചത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ആസൂത്രിതമായി ഈ കൊല നടത്തുകയും കൊലപാതകം നടത്തിയ ശേഷം അത് തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമവും നടത്തിയിരുന്നു. അറിഞ്ഞോ അറിയാതെയോ ഈ കുഴി വെട്ടിയ അജയൻ ഇതിൻ്റെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.